പത്തനാപുരം കൂടൽ പോലീസ് സ്റ്റേഷന് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവരുടെ ഭർത്താവിനെ അയൽവാസി ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ നീതി ലഭിക്കാത്തതിനെ തുടർന്നാണ് ഈ ചേച്ചി ഇവിടെ ഇരിക്കുന്നത്. കുഞ്ഞു മക്കളെയും കൊണ്ടാണ് ഈ ചേച്ചി ഇരിക്കുന്നത്. CCTV സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. ചേച്ചി, 23-ാം തീയതി രാത്രി ഗാനമേള കണ്ടുപോയ സമയത്ത് എന്നെ എൻ്റെ 2 കുഞ്ഞുങ്ങളെ റോഡിൽ കൊണ്ടാക്കിയിട്ട് മറ്റു 2 കുഞ്ഞുങ്ങളെ വെയിറ്റ് ഷീറ്റിൽ വിളിക്കാൻ മതിയായിരുന്നു. വിളിച്ച് തിരിച്ചു കയറുന്ന സമയത്താണ് ഇവർ റോഡിൽ വെച്ച് എൻ്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ചീത്ത വിളിച്ചു. മേടി തേരി കയറി വണ്ടി നിർത്തി ആരാ നോക്കാൻ നേരത്തെ ഈ പറയുന്ന അനിലിന്റെ മകനും ചേർന്ന് വണ്ടിക്കകത്ത് നിന്ന് കത്തി എടുത്ത് ചീത്ത വിളിച്ചിട്ടുണ്ട്. അന്നേരത്തെ എൻ്റെ മൂത്തമ്മ കരഞ്ഞിട്ട് പറഞ്ഞു, അച്ഛൻ ഇവിടെ ആരുമില്ല, നമുക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പെട്ടെന്ന് വീടിൻ്റെ അവിടെ വന്നു. ഞാൻ പറഞ്ഞാൽ ഇപ്പം ഇവർ വഴക്കിന് വേണ്ടി ഉത്സവം കൂടെ വഴക്കിന് വേണ്ടിയാ, നമുക്ക് കയറി കഥ അടയ്ക്കാമെന്നും പറഞ്ഞോട്ട് ഞങ്ങൾ കയറി കഥ അടച്ചു. കഥ അടച്ച 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഇവറ്റോളെല്ലാം കൂടെ ഒരു 10-15 പേര് വന്ന് അങ്ങ് ചീത്തവിളി പറയും. ഞങ്ങൾ ഇറങ്ങുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി ആക്രമണം നടത്തിയത്. ഞങ്ങളുടെ വീട്ടിൽ കയറി 2 കഥവും തല്ലിപ്പിടിക്കാൻ നോക്കി. അസഭ്യം ഭയങ്കര വിളിച്ച വിളികളെന്ന് വെച്ചാൽ അമ്മാതിരി വിളികളാണ് വിളിച്ചത്. പിന്നെ ക്യാമറ നശിപ്പിച്ചു, അടുക്കള വശത്തിട്ടിരുന്ന ടാർപ്പയും മറ്റു ആഹാര സാധനങ്ങൾക്ക് വെച്ചിരുന്ന സാധനങ്ങൾ മൊത്തം നശിപ്പിച്ചു. ഇതെല്ലാം ചെയ്തു. CCTV പൊട്ടിച്ചിട്ട് അവർ തന്നെ എടുത്തെറിഞ്ഞ് അത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. പക്ഷെ ഇന്നലെ ഇതിന് ഈ 24-ലൊരു ന്യൂസ് വന്നതിനെ പ്രമാണിച്ച്, ഈ കേസിനെ പ്രമാണിച്ച് ഇവർ നല്ല എൻ്റെ ഭർത്താവിനെ വഴി തടഞ്ഞ് മർദ്ദിച്ചു. ശരിക്കും മർദ്ദിക്കുകയും ചെയ്തു. എൻ്റെ ഭർത്താവിനെ വണ്ടിയും തള്ളിയിട്ട് ഭർത്താവ് ലാസ്റ്റ് ഓടുമായിരുന്നു. ഓടി എൻ്റെ ഭർത്താവ് ഇപ്പോൾ ആശുപത്രിയിലാണ്. ഏതായാലും ഇവരുടെ ഭർത്താവ് ഇപ്പോൾ ആശുപത്രിയിൽ ആണ്. വലിയ രീതിയിൽ മാരകമായി മർദ്ദനമേറ്റ അദ്ദേഹം ആശുപത്രിയിലാണ്. അപ്പോൾ നീതി കിട്ടുന്നത് വരെ ഇവിടെ തന്നെ നിലയുറപ്പിക്കുമെന്നാണ് മഞ്ജുവിന്റെ തീരുമാനം.